ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ അച്ഛൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി പിറന്നാൾ അടിപൊളിയാക്കിയേ. അച്ഛന് ഭയങ്കര അധികം സന്തോഷമായി കേട്ടോ. നല്ലൊരു ബർത്ത്ഡേ ദിവസമായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള സർപ്പത്തിൽ വിളക്കൊക്കെ കത്തിച്ചു. ഇത് അച്ഛൻ്റെ പിറന്നാൾ മാസമായതുകൊണ്ട് എല്ലാ ദിവസവും കത്തിക്കും. ഇന്ന് പിറന്നാൾ ഡേ ആയതുകൊണ്ട് കൽവിളക്ക് മൊത്തം ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ചു, നന്നായിട്ട് ആഘോഷിച്ചു. അച്ഛന് വേണ്ടി 2 കേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. ഒന്ന് ഓറിയോയുടെയും ഒന്ന് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ട്രഫിൾ കേക്കും കൂടെ ആയിരുന്നേ. പിന്നെ ഞങ്ങളൊരു 7 പൂ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളി കേക്കുകളായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിരുന്നു. അടിപൊളിയായിട്ടാണ് ഞങ്ങൾ ആഘോഷിച്ചത് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാനായിട്ട് തന്നെ. സൂപ്പറാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അടുത്തുള്ള പൊള്ളേത്തൈ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾ ഓർഡർ ചെയ്യുമായിരുന്നു കേട്ടോ. ഹോം മെയ്ഡ് കേക്കായിരുന്നു. അച്ഛൻ്റെ മുഖത്തുള്ള എല്ലാവർക്കും ഭയങ്കര അധികം സന്തോഷമാണ്. ഞങ്ങൾ നല്ല രീതിയിൽ ആഘോഷിച്ചെന്ന് തന്നെ പറയാം. അടിപൊളിയായിരുന്നു ഇന്ന് ബർത്ത്ഡേ. എല്ലാവരുടെയും മുഖത്ത് ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? കണ്ടില്ലേ? സൂപ്പർ കേക്കും എല്ലാം കൊണ്ടും നല്ലൊരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ അച്ഛ. God bless you. May the good God bless you. May the good God bless you. എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. ഭയങ്കര അധികം ഹാപ്പിയാണ് ആളെ. ഭയങ്കര അധികം സന്തോഷമുണ്ട്. അമ്പാടി അപ്പൊ പിന്നെ വായി വെച്ച് കൊടുക്കടാച്ചി. ഹാപ്പി ന്യൂ ഇയറും കൂടി പറഞ്ഞോ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ബർത്ത്ഡേ. അമ്പാടി എടുക്കാതെ അമ്പാടി. ദേ അമ്പാടി മേടിച്ചോ. ഞങ്ങളുടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവാണ് കേട്ടോ. ഇന്ന് അച്ഛൻ്റെ പേരിൽ ഒരു ദിവസത്തെ പൂജ ഉണ്ടായിരുന്നു. അപ്പം വൈകുന്നേരത്തെ പൂജ കഴിഞ്ഞിട്ടുള്ള പ്രസാദം വാങ്ങിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിൽ പോവാണ് കേട്ടോ. അമ്പാടി ഫ്രണ്ടിൽ നടപ്പുണ്ട് അമ്മ. ഞങ്ങളെല്ലാവരും റോഡ് കുറച്ച് പോകണം, ശക്കലങ്ങ് പോയാൽ മതിയേ. ഇതാണ് പൂപ്പളിക്കാവ് ദേവി ക്ഷേത്രം. ഇത് ദേവസ്വത്തിൻ്റെ അല്ല കേട്ടോ, ഇത് കരക്കാട് അമ്പലമാണേ. പൂപ്പളിക്കാവ് ദേവി ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ബാലഭദ്രയാണ് കേട്ടോ. നോക്കിയേ, നിറച്ചും പൂച്ചെടികളും ഒക്കെയുള്ള നല്ല മനോഹരമാണ്. നല്ല പീസ്ഫുള്ളാണ് ഇവിടെ. നല്ലൊരു അന്തരീക്ഷമാണ്. ഇന്ന് മാരാരിക്കുളമാണ് ഞങ്ങളുടെ നാട് കേട്ടോ. അവിടെ പൂപ്പള്ളിക്കാവ് ദേവീക്ഷേത്രം. പൂപ്പള്ളിക്കാവ് റെയിൽവേ ക്രോസിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ. ദേ അച്ഛനും അമ്മയും ആൾത്തറയിലിരിക്കുവാണേ. അമ്പാടിയാണെങ്കിൽ അവിടെ മൊത്തം ഓടി നടക്കുക. അവനാണെങ്കിൽ എന്തോ സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയാണേ അവൻ ഓട്ടം. കാരണം ചമ്പക്കുളത്താണെന്നുണ്ടെങ്കിൽ അത്രയും സ്പേസ് ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവന് എന്ത് വേണമെങ്കിലും ഓടിക്കളിക്കാം. താഴെ വീണാലും പ്രത്യേകിച്ച് വലിയ പരുക്കൊന്നും പറ്റത്തില്ല, മണ്ണാണ്. അപ്പുറം ഇപ്പുറം 2 ആലുണ്ട്. ആൽത്തറയിലൊക്കെ നമുക്കിരിക്കാം. ഞാൻ തിരിച്ചു വന്നു കേട്ടോ.